ഗുഡ് മോർണിംഗ്. നമ്മുടെ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പണിയുണ്ട്. അതായത് കേറ്ററിങ്ങിന് നിന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ കിട്ടിയേക്കണേ. അപ്പോൾ അവിടേക്ക് ഒരു 8 മണിക്കുള്ളിൽ പോകണം. അത് കാരണം കൊണ്ടിട്ട് നേരത്തോടെ എണീറ്റിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. രണ്ടുപേരെ കാണിച്ചു തരട്ടെ. വരയാ ചെമ്പനും വരയാനും. ഇതെപ്പോഴും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയ ഫോൺ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ അടുത്തുണ്ടാവും. മറ്റാളും ഉണ്ടേ നോക്കിയിരിക്കുന്നുണ്ടോ കണ്ട. അപ്പം വീണ്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, സ്വാഗതം. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്തുട്ടാ അങ്ങനെ രാവിലെ തന്നെ അതേ മാമീൻ്റെ അടുത്ത് നൂലപ്പത്തിൻ്റെ അച്ചും മേടിച്ചും കൂടി വരാം കേട്ടോ. വേദനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ വീട്ടിൽ തോന്നാന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ ചെയ്യാൻ കൈ പ്ലാസ്റ്റർ ഇടേണ്ട അവസ്ഥ വരുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ പോയി മാമീൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണം. അവൻ എഴുന്നേറ്റിട്ടില്ല. ഞാൻ എന്തായാലും എനിക്ക് നേരത്തോടെ ഒന്ന് പോകണം. അവൻ അച്ഛനെ എഴുന്നേൽപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നേരെ തറവാട്ടിൽ കൊണ്ടുവന്ന് മാമീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിക്കോളും. അപ്പോൾ ഞാൻ വേഗത ഉണ്ടാക്കട്ടെ. നമുക്ക് റെഡി ആയിട്ടൊക്കെ കാണാം കേട്ടോ. റെഡി ആയിട്ട് ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ എത്തിയിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ചീത്ത കേൾക്കും, പണി ഉണ്ടാവും. റൂബി പോവാട്ടാ. അപ്പോൾ ഇന്ന് മുസ്ലിംസിൻ്റെ വെഡ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കണ വെജിറ്റേറിയനിലാണ്. ബാക്കി എല്ലാവരും ബോയ്സ് അപ്പുറത്തുണ്ട്. ടേബിൾ സെറ്റിംഗ് ആണ്. പിന്നെ ഇനി ഫുഡുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ടേബിളൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ഫോണൊന്നും യൂസ് ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാം ഒതുക്കി ഇലയൊക്കെ തുടച്ച് വെച്ച് കറികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്ന ഫുഡാണ് കേട്ടോ ഇത്. നമുക്ക് ഇച്ചിരി ചോറും സാമ്പാറും അച്ചാറും ക്യാബേജൊക്കെ കൂട്ടിയിട്ട് രാവിലെ തന്നെ കഴിച്ചു. അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഉച്ചക്കത്തെ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞു. ബ്ലൗസേലൊക്കെ നിറച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ക്ഷീണമായിട്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ തറവാട്ടിലിരുന്നിട്ട് അത് കഴിക്കുകയാണ്. അമ്മയും അച്ഛനൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ രാത്രിയായപ്പോൾ ഇതന്നെ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല. എന്നിപ്പോൾ ഫുഡ് കഴിക്കൽ മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം പണിക്ക് പോയാൽ അങ്ങനെയാണ്, വീഡിയോസ് ഒന്നും എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണിയും കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടേക്ക് അതന്നെ ചൂടാക്കി ഉണ്ണിക്ക് ബിരിയാണി കൊടുത്തു. ഞാൻ ചോറും ബാക്കിയുള്ള കറികളൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സക്സസ്ഫുള്ളി ആയിട്ട് തീർന്നുണ്ട്. ഇനി നാളെയും പണിയുണ്ട്. വീഡിയോസൊക്കെ കറക്റ്റ് എനിക്ക് ഇടാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. കാരണം ഈ പണിയുടെ തിരക്ക് വരുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുവിധം നേരമാകും. അപ്പോൾ അങ്ങനെയാണ് എടുക്കാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് പണിയുണ്ട്. ഇത് അമ്മയുടെ അസല് കുടുതക്കറി കേട്ടോ. എന്തോ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയോ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.